ഏത് നാടാ അമ്മൂമ്മേ? അമ്മൂമ്മ എന്താ ചിരിക്കുന്നത്? എടാ കിട്ടു, അത് നമ്മുടെ നാട് തന്നെയാടാ. നമ്മുടെ നാടോ? വെറുതെ കളിയാക്കല്ലേട്ടോ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ലടാ പൊട്ടൻ കിട്ടു. അതെല്ലാം നമ്മുടെ നാട് തന്നെയാ. എന്നിട്ട് ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉണ്ടായാലേ കാണാൻ പറ്റുള്ളൂ. ആ കാലമൊക്കെ പോയടാ മക്കളെ. അമ്മൂമ്മ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ നിന്നേക്കാളും ചെറിയ പ്രായത്തില് അതൊക്കെ കാണാൻ തുടങ്ങിയതാ. നമുക്ക് 100 നിറയ്ക്ക് നിലമുണ്ടായിരുന്നു. ഏറുകാളകളും വണ്ടിക്കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 4:30 വെളുപ്പിന് എഴുന്നേറ്റ് തറവാട്ടിലെ ജോലികളൊക്കെ തീർത്ത് നിന്റെ അപ്പൂപ്പന്റെ കൂടെ പാടത്തേക്ക് പോവും. പിന്നെ ഇരുട്ടണത് വരെ പാടത്ത് തന്നെയാ. കൂട്ടിന് കൊറേ പെണ്ണുങ്ങളും ഉണ്ടാവും. ആണുങ്ങള് വിതയ്ക്കും, കൊയ്യും, വെള്ളം തേവും. ഞങ്ങള് ഞാറ് പറിക്കും, ഞാറ് നടും. പിന്നെ കൊയ്ത്ത്, മെതി. സത്യം പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞത് ഒരക്ഷരം പോലും എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവാനാടാ? നെല്ല് കാണാതെ ചോറ് തിന്നുന്നവനല്ലേ നീ. ഒന്ന് എഴുന്നേറ്റ് പോടാ. നീ എന്തിനാടാ എന്റെ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? ഇവൻ നെല്ല് കാണാത്തത് ഇവന്റെ കുഴപ്പം കൊണ്ടാണോ? അതും ശരിയാ. പാടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നു. അവിടെയെല്ലാം ഫ്ലാറ്റുകളും വില്ലകളുമായി. എല്ലാവർക്കും ഓഫീസ് വർക്ക് മതി. കേരളത്തിന്റെ മുഖഛായ തന്നെ മാറിപ്പോ. ഇനി എന്ത് പാടം, എന്ത് കൃഷി? സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് കളയടാ. കൃഷി എന്ന് പറഞ്ഞ പഴഞ്ചൻ ഏർപ്പാടാണെന്നല്ലേ നീയും പറഞ്ഞത്? അതെ പറഞ്ഞു. ഇത് IT യുഗമാണ്. അന്നേരം ഞാൻ ഈ കൃഷി, നെല്ല് എന്നൊക്കെ പറഞ്ഞു നടന്നതാ. എല്ലാവരും എന്നെ കളിയാക്കില്ലേ? അന്യനാടുകളിൽ നിന്ന് മായം ചേർത്ത അരി മേടിക്കാനും വിഷം കലർന്ന പച്ചക്കറികൾ മേടിച്ചു തിന്നാനും ഒരു മടിയും ഇല്ല. വെറുതെ അല്ല, കാശ് കൊടുത്തിട്ടാ. അതെ, കാശ് കൊടുത്താ എന്തും കിട്ടുന്നുള്ള അഹങ്കാരമാ ഇപ്പൊ മലയാളിക്ക്. ആർക്കാ ലാഭം? ആശുപത്രിക്കാർക്ക്. കിട്ടൂരിപ്പൊ എന്താ അറിയേണ്ടത്? കൃഷിയെ കുറിച്ചല്ലേ. പോയി കിടക്ക്. പപ്പ കാലത്ത് പറഞ്ഞുതരാം. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. ഇത് നുകം, ഇത് കലപ്പ. കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങളാ. അമ്മൂമ്മ കുട്ടിയായിരിക്കുമ്പോഴായിരുന്നോ നമ്മുടെ നാട്ടിൽ കൃഷി തുടങ്ങിയത്? അല്ലല്ല. കൃഷിയുടെ പഴക്കം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എത്ര പഴക്കമുണ്ട്? കൃഷിക്ക് ഏതാണ്ട് ഒരു 10,000 വർഷത്തെ പഴക്കമുണ്ട്. എന്റെ അമ്മോ, 10,000 വർഷം? അതേ പൊന്നു. നവീന ശിലായുഗത്തിലാ കൃഷിയുടെ ആരംഭം. അന്ന് മനുഷ്യര് കാട്ടുപഴങ്ങൾ തിന്നാ ജീവിച്ചത്. അവർ പഴം തിന്നിട്ട് വലിച്ചെറിഞ്ഞ കുരു എല്ലാം മുളച്ചത് അവർ കണ്ടു. പിന്നെ എന്താ? എന്നാ പിന്നെ പഴങ്ങളുടെ എല്ലാം വിത്ത് ഒരു പ്രദേശത്ത് നടാൻ പാടില്ലേ എന്നായി ചിന്ത. ആ ചിന്തയിൽ നിന്നായിരുന്നു കൃഷിയുടെ തുടക്കം. കേട്ടിട്ടൊരു കഥ പോലെ തോന്നുന്നു, അല്ലടാ അപ്പടു? അതെ അതെ, സൂപ്പറാ. അവര് കാട് വെട്ടിത്തെളിച്ച് കൃഷി തുടങ്ങിയപ്പോൾ അതിനടുത്ത് തന്നെ താമസിക്കാനും തുടങ്ങി. അങ്ങനെയാ വീടുകളുണ്ടായി. പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടി നദീതീരങ്ങളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. കല്ലുകൊണ്ടും എല്ലുകൾ കൊണ്ടുമുള്ള പണിയായുധങ്ങൾക്ക് പകരം ലോഹങ്ങൾ കൊണ്ടുള്ള പണിയായുധങ്ങൾ വന്നു. യന്ത്രങ്ങൾ പാടത്തിറങ്ങി. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ നെറ്റിയിലെ വിയർപ്പ് അപ്പമാക്കി ഭക്ഷിക്കും. മക്കളെ, ഈ സ്ഥലമെല്ലാം പാടങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും പാടങ്ങൾ. പാടങ്ങളുടെ ഇടയിലുള്ള ചെറിയ തുരുത്തുകളിൽ ചെറിയ വീടുകൾ. രാത്രി കാളവണ്ടിയിലൂടെ ഇതിലെ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശും. AC പോലും നാണിച്ചു പോകുന്ന നല്ല തണുത്ത കാറ്റ്. പാടത്തെ വീടുകളിലെല്ലാം മിന്നാമിന്നുകളെ പോലെ മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ടാവും. വിളക്കോ?
അതെന്താ അമ്മൂമ്മേ? അന്ന് കറണ്ട് ഒന്നുമില്ലായിരുന്നു. മിക്ക വീടുകളിലും വിളക്കാ കാണുന്നത്. ഈ കൃഷി എന്തിനാ അമ്മൂമ്മ വേണ്ടാന്ന് വെച്ചേ? നാട്ടിൽ പരിഷ്കാരം വന്നപ്പോ എല്ലാം പോയി. എന്നാലും പാടങ്ങളായിരുന്നു നല്ലത്. എനിക്കത് കേട്ടിട്ട് തന്നെ കൊതിയാവും. കൊതിയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ തിരിച്ചു പിടിക്ക്. ഞങ്ങളോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൊള്ളാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഞങ്ങള് കുട്ടികളല്ലേ. നിങ്ങൾ എന്നും കുട്ടികളായിരിക്കോ? ഇല്ല, വലുതാവും. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ ആഗ്രഹവും വലുതാവണം. കർഷകർക്ക് ഒരു വിലയില്ലേ? ആരും അവരെ മൈൻഡ് ചെയ്യില്ല. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണമെന്നാ അറിവുള്ളവർ പറയുന്നത്. അതെന്താ അമ്മൂമ്മ അങ്ങനെ പറയുന്നത്? അന്നബലം പ്രാണബലമാണ്. അതാ കാര്യം. എനിക്ക് കൃഷി വലിയ ഇഷ്ടാ. മിടുക്കി. കുറച്ച് മണ്ണ് കൊത്തിക്കിളച്ച് അതിലൊരു ചെടി നട്ട് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ അതിലൊരു പൂ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതിന്റെ സുഖം ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അമ്മൂമ്മ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. അതിന്റെ വിളവെടുപ്പ് ഉത്സവം പോലെയാ. അവിടെ ഇവിടെയൊക്കെ തരിശ് കിടക്കണ പാടങ്ങളിൽ ചെറിയ രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. അതൊരു നല്ല സൂചനയാണ് മക്കളെ. അമ്മാമ്മ കണ്ടോ? ഞങ്ങളെ പോലുള്ള എല്ലാവരും കൃഷിയെ സ്നേഹിക്കാൻ തുടങ്ങും. അത് ഉറപ്പാ. പണ്ട് നമ്മുടെ സാമൂതിരിയോട് ബ്രിട്ടീഷുകാര് നമ്മുടെ കുരുമുളകെല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞു. അന്നേരം സാമൂതിരി പറഞ്ഞു, കുരുമുളകല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റുമോന്ന്. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എന്താ അമ്മൂമ്മേ? ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായറിന്റെ വേള. ഞായർ സൂര്യൻ, വേള സമയം. ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം കാർന്നവന്മാര് 27 ഭാഗിച്ചു. അങ്ങനെ 27 ഞാറ്റുവേലകൾ. ഞാറ്റുവേലയ്ക്ക് എന്താ പ്രത്യേകത? ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്നുള്ള നാട്ടറിവുകളാണ് ഞാറ്റുവേലകൾ. അതൊന്നും പറഞ്ഞാ നിങ്ങളുടെ കുഞ്ഞിത്തലയിൽ കേറില്ല. പക്ഷേ അമ്മാമ്മ ഒരു കാര്യം പറയാം. നമ്മുടെ കർഷക സംസ്കാരത്തിന് മണ്ണുള്ള കാലത്തോളം മാറ്റു കുറയില്ല മക്കളെ. വികസിത രാജ്യങ്ങൾ പോലും കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ നമ്മുടെ പാരന്റ്സ് എന്താ കൃഷി ചെയ്യാത്തത്? അതല്ലടാ നിന്റെ പപ്പ പറഞ്ഞത്. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബാ താല്പര്യമെന്ന്. എന്റെ മമ്മിയും ഡാഡിയും പറഞ്ഞത് കൃഷിയെല്ലാം നഷ്ടത്തിലായതുകൊണ്ട് എല്ലാവരും നിർത്തിയതാണെന്നാ. അതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ എന്താ ഒരു മാർഗം? കൂട്ടുകാരെ, മിഖായൽ വരുന്നുണ്ട്. ഈ കാര്യത്തിൽ മിഖായലിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. നമ്മുടെ ആഗ്രഹം മിഖായലിനോട് പറയുകയും ചെയ്യാം. കൂട്ടുകാരെല്ലാം വലിയ ചിന്താക്കുഴപ്പത്തിലാണല്ലോ. കൃഷിയെ കുറിച്ച് മിഖായലിന്റെ അഭിപ്രായം എന്താ? ഞാൻ കൂട്ടുകാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ദൈവം എന്തിനാണ് സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തത്? അത് ഞങ്ങൾക്കറിയില്ല. മിഖായൽ തന്നെ പറ. ആ കഴിവ് കൊടുത്തില്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും മരിക്കുന്നതോടെ ഭൂമിയിൽ മനുഷ്യരില്ലാതാവില്ലേ? അത് ശരിയാണല്ലോ. ലോകാവസാനം വരെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അതിന് തലമുറകൾ ഉണ്ടാകണം. തലമുറകൾ ഉണ്ടാകാൻ മനുഷ്യനും സകല പക്ഷി മൃഗാദികൾക്കും കഴിവ് കൊടുത്തു. സസ്യങ്ങളുടെ വിത്തുകൾ വീണ്ടും സസ്യങ്ങളായി വളരാനും അനുഗ്രഹിച്ചു. ഉണർന്ന് പ്രവർത്തിച്ചു. അതാണ് കൃഷി. എന്നിട്ടെന്താ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചത്? എല്ലാവരും പ്രകൃതിയെ ചൂഷണം ചെയ്തു. അതോടെ പ്രകൃതി ദുരന്തങ്ങളും പതിവായി. എല്ലാം പുരോഗമനത്തിന്റെ പേരിലാ. അതും ശരിയല്ലേ മിഖായൽ? ലോകം വികസിക്കുമ്പോൾ ഞങ്ങളുടെ നാടും വികസിക്കണ്ടേ? വേണം. എന്നാൽ മനുഷ്യന് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആഹാരം, ഔഷധങ്ങൾ, മരുന്ന്. മനുഷ്യൻ അവന്റെ അതിമോഹം കൊണ്ട് രാസവളങ്ങളും കീടനാശിനികളുമെല്ലാം പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായി. മനുഷ്യനും കൃഷിക്കും.
ഇതിലെന്താ മിഖായിൽ ഒരു പ്രതിവിധി? ആഗോള താപനം പോലെയുള്ള കെടുതികൾ ഭൂമിയെ സർവനാശത്തിലേക്കാണ് നയിക്കുന്നത്. പ്രതിവിധി ഒന്നു മാത്രം, പ്രകൃതിയിലേക്ക് മടങ്ങുക. എടി കറമ്പി, എന്താണ് പെങ്കി പെണ്ണേ? എടി 2 പഴം താടി. ഇത് പൊടിയുള്ള പഴമാണ്. അത് സാരമല്ലടി, പുല്ലും പഴവും നല്ല കോമ്പിനേഷനാ. പച്ചപ്പുളി ആരെങ്കിലും വാഴപ്പഴം പിഴിഞ്ഞ് ഒഴിച്ചു കൊടു. തിന്നു. നീ അറിഞ്ഞോടെ പെങ്കി? എന്താടി? നമ്മുടെ പൊന്നും കൂട്ടുകാരും കൃഷിയെ കുറിച്ച് പഠിക്കാൻ നടക്കുക. അപ്പൊ ഒരു പള്ളിക്കൂടത്തിൽ പോലും നിർത്തിയോ? കൃഷി സ്കൂളിൽ പോവാത്തവരുടെ പണിയാണെന്ന് നിന്നോട് ആരാണ് ഈ പറഞ്ഞത്? അല്ലേ? അല്ല, കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുന്ന കോളേജ് പോലുണ്ട്. ഞാൻ ഔട്ടിങ്ങിന് പോയപ്പോ കണ്ടതാ. എല്ലാവരും പറയണത് അങ്ങനെയല്ല. അന്ന് കൃഷിക്കാർക്ക് വേണ്ട പരിഗണന കിട്ടാത്തതുകൊണ്ട് പറയണതാണ്. ഇവിടെ തൂണിനും തുരുമ്പിനും അവാർഡ് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് കർഷകർക്ക് അവാർഡ്. കാട്ടിലുള്ളവരെല്ലാം കാട്ടിലേക്ക് വന്നാൽ കാട്ടിലുള്ളവരെല്ലാം കാട്ടിലേക്ക് പോകണ്ടേ? എടാ മണ്ടച്ചാരെ, പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറഞ്ഞത് കാട്ടിൽ വന്ന് താമസിക്കാനല്ല. പ്രകൃതിയെ സ്നേഹിക്കണമെന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന. ഞാൻ പേടിച്ചു പോയി. നാട്ടിൽ വന്ന് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാ ഭയങ്കര പെരക്കേടാ. മുയല് വന്യജീവിയൊന്നും അല്ലടാ മണ്ട. കാട്ടിലുള്ള അത്രയും മുയലൊന്നും കാട്ടിലില്ല. ഇവൻ വെറും കാട്ടുമുയല്. കണ്ടല്ലോ, നീ വിവരറിയും. പെണങ്ങലടാ റാമ്പൂട്ടാ. വേണ്ട വേണ്ട, ഷോപ്പിടൊന്നും വേണ്ട. നീ കാട്ടുവാസി അല്ലാതെ പിന്നെ നാട്ടുവാസിയാണോടാ? കാട്ടുവാസി എന്ന് പറഞ്ഞതിന് നീ എന്തിനാടാ റാമ്പോ പിണങ്ങുന്നത്? എല്ലാവരും കാട്ടുവാസികളായിരുന്നു. പിന്നെയാ നാട്ടിലേക്ക് വന്നത്. വിദേശികൾ വന്നപ്പോൾ പല ഭാഷകളും ഉണ്ടായി, സംസ്കാരങ്ങളും ഉണ്ടായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞാ മതി. മിഖായിൽ പറഞ്ഞതുപോലെ എല്ലാവരും കൃഷിയെ സ്നേഹിക്കണം. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂടാ തക്കടു. നിങ്ങളോട് നാട്ടിൽ വന്ന ആളുകളെ ബോധവൽക്കരിക്കാനല്ല പറഞ്ഞത്. പിന്നെ നാട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്, കാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അയ്യോ, ഞങ്ങൾക്ക് തിന്നാൻ മാത്രമേ അറിയൂ. നിന്നോട് കൃഷി ചെയ്യാനല്ല പറഞ്ഞത്. കാട്ടുകള്ളന്മാർ ഒരു മരം വെട്ടിയെടുക്കുമ്പോൾ ഒരു പുതിയ മരം ഈ കാട്ടിൽ മുളച്ചു വരണം. അങ്ങനെ ഈ കാട് എന്നും നിലനിൽക്കണം. മനസ്സിലായില്ല? നിങ്ങൾ തിന്നുന്ന പഴങ്ങളുടെ എല്ലാം വിത്തുകൾ ശേഖരിച്ച് നനവുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടണം. അത് അവിടെ കിടന്ന് മുളയ്ക്കണം, വളരണം, പിന്നെ മരമാവണം. സൂപ്പർ ഐഡിയ, ഞങ്ങൾ ഏറ്റു. റംബൂട്ട, ഞങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്ന് എല്ലാരും പറയുന്നു. ഞങ്ങൾക്കതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി ജനിക്കുന്ന കുട്ടികൾക്കും അത് കാണാൻ കഴിയില്ല. കാട് അങ്ങനെ ആവരുത്. ഇനി ജനിക്കാനിരിക്കുന്ന റംബൂട്ടനും തമ്പൂരും കറുമ്പയ്ക്കും ആമവൈദ്യനും പിങ്കിക്കും എല്ലാം കാട് കാണാൻ കഴിയണം. എനിക്ക് മനസ്സിലായി കൂട്ടുകാരെ, മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് സിംഹരാജാവിനെ കാണാം. കിട്ടുവിന്റെ പപ്പയുടെ പേരിൽ ഇനി അവശേഷിക്കുന്നത് ഈ തരിശു കിടക്കുന്ന പാടം മാത്രമാണ്. ഇതും കൊടുക്കുമെന്നാ പപ്പ പറയുന്നത്. ഇത് കൊടുത്താൽ പിന്നെ കൂട്ടുകാരുടെ ആഗ്രഹം എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങൾ എന്താ മിഖായിൽ ചെയ്യേണ്ടത്? നിങ്ങൾ കിട്ടുവിന്റെ പപ്പയോട് സംസാരിക്കണം. ഞങ്ങൾ സംസാരിച്ച പപ്പ സമ്മതിക്കോ? സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ ശരിയാകും. അതെങ്ങനെ മിഖായിൽ? ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ പിടിച്ചു പിടിയാലെ ഉണ്ണീഷോയുടെ പക്കൽ നിന്ന് ഓരോരോ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാറില്ലേ? അതിലും വലുതാണോ ഈ നിസ്സാര കാര്യം? നിസ്സാര കാര്യമോ? ഞാൻ നിസ്സാരമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യമല്ല, മാർഗമാണ്. എന്നാലും എനിക്കൊരു മടി. അങ്കിൾ, ഞങ്ങൾക്ക് വട്ടാണെന്ന് പറയോ? പറഞ്ഞോട്ടെ, അതിന് നിങ്ങൾക്ക് എന്താ? അയ്യേ, എടാ തക്കടു, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കൃഷി മോശമാണെന്ന് കിട്ടുവിന്റെ അമ്മൂമ്മ പറഞ്ഞില്ല, പപ്പ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പിന്നെന്താ പ്രശ്നം? എന്നാലും
സ്വയം നന്നാവുക മാത്രമല്ല മറ്റുള്ള കുട്ടികളെയും നന്നാക്കും. അവർക്കെല്ലാം മാതൃക കാണിക്കും. എന്നാ മിഖായിലും കൂടി വാ. ഇല്ല കൂട്ടുകാരെ, നല്ലത് ഉപദേശിച്ചു കൊടുക്കുക മാത്രമാണ് എന്റെ കർത്തവ്യം. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഉണ്ണീശോ നിങ്ങൾക്കാണ് തന്നത്. നല്ലത് ചിന്തിക്കുക, നന്മയിൽ വളരുക.